ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് പാസ്റ്റിൽ നടന്ന രണ്ട് കാര്യങ്ങൾ, അതായത് പാസ്റ്റിൽ ഒരേ സമയം നടന്ന രണ്ട് കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെ സംസാരിക്കാം എന്നുള്ളതാണ്. ഇത്തരത്തില് ഒരേ സമയം നടന്ന രണ്ട് കാര്യങ്ങളിൽ ഒരു ആക്ഷൻ തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്നതായിരിക്കും, മറ്റൊരെണ്ണം കംപ്ലീറ്റ് ആയിട്ടുള്ളതായിരിക്കും. അപ്പോൾ തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്ന കാര്യം നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയാം. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്ന കാര്യം പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയാം. എന്നാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ആക്ഷനെ കുറിച്ച് പറയുന്നത് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ഈ രണ്ട് ആക്ഷൻസും ഒരേ സമയം പാസ്റ്റിൽ നടന്നതാണ്. അതിൽ തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്ന കാര്യം നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസിലും കംപ്ലീറ്റ് ആയിട്ടുള്ള ആക്ഷൻ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് പറയുന്നത്. സെന്റൻസുകൾ പറയുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് വരും. നോക്കാം. ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ ഇവിടെ വന്നത്. ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ ഇവിടെ വന്നത്. എങ്ങനെ എഴുതാം? ഞാൻ നേരത്തെ പറഞ്ഞു പാസ്റ്റിൽ ഒരേ സമയം നടന്ന രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയാണ്. അതിൽ ഒരെണ്ണം കംപ്ലീറ്റ് ആയിരിക്കും, ഒരെണ്ണം ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തെക്കുറിച്ചായിരിക്കും. അപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യം നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് സിമ്പിൾ പാസ്റ്റിലും എഴുതാം. ഇവിടെ നോക്കിയേ, അവൻ ഇവിടെ വന്നത്, അതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ? അപ്പൊ നമുക്ക് എഴുതാം ഹി came here, he came here while I was cooking. While I was cooking. He came here while I was cooking. ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ ഇവിടെ വന്നത്. ഈ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നതിനാണ് നമ്മൾ while യൂസ് ചെയ്തത്. കണ്ടോ? പാസ്റ്റ് കണ്ടിന്യൂസിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഹി കെയിം ഹിയർ വൈൽ ഐ വാസ് കുക്കിംഗ്. അടുത്ത എക്സാമ്പിൾ പറയുന്നതിന് മുന്നേ മറ്റൊരു കാര്യം കൂടി പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു പാസ്റ്റിൽ നടന്ന രണ്ട് കാര്യങ്ങളിൽ തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്ന കാര്യം നമ്മൾ പറയുന്നത് പാസ്റ്റ് കണ്ടിന്യൂസിലാണ്. പാസ്റ്റ് കണ്ടിന്യൂസ്. ഈ പാസ്റ്റ് കണ്ടിന്യൂസിൽ എങ്ങനെ എഴുതുക? നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസിൽ സെന്റൻസ് എഴുതുന്നത് സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് വെർബ് പ്ലസ് ing എന്നാണ്. സബ്ജക്റ്റിനനുസരിച്ചാണ് നമ്മൾ വാസ് അല്ലെങ്കിൽ വേർ സെലക്ട് ചെയ്യുന്നത്. സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ വാസ് എഴുതുന്നു, പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ വേറെ എഴുതാം. ഏതൊരു വെർബിന്റെയും ing ഫോമിലേക്ക് മാറ്റിയാണ് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസിൽ എഴുതുക. ഇനി സിമ്പിൾ പാസ്റ്റ്, കംപ്ലീറ്റ് ആയിട്ടുള്ള ആക്ഷൻ നമ്മൾ പറയുന്നത് സിമ്പിൾ പാസ്റ്റിലാണ്. അത് എപ്പോഴും V2 ആയിരിക്കും, വെർബിന്റെ രണ്ടാമത്തെ ഫോം. അപ്പോൾ സിമ്പിൾ പാസ്റ്റിൽ എഴുതുമ്പോൾ V2 എഴുതണം. പാസ്റ്റ് കണ്ടിന്യൂസിലാണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് വെർബ് പ്ലസ് ing. ഇനി നമുക്ക് സെന്റൻസുകൾ നോക്കാം. അടുത്ത സെന്റൻസ് നോക്കിയേ. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ പുറത്തു പോയത്. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ പുറത്തു പോയത്. എങ്ങനെ എഴുതാം? ഞങ്ങൾ പുറത്തു പോയത് കംപ്ലീറ്റ് ആയിട്ടുള്ള ആക്ഷൻ ആണ്. അപ്പോൾ we went out while it was raining. We went out while it was raining. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ പുറത്തു പോയത്. We went out while it was raining. ഫോൺ അടിച്ചപ്പോൾ അവൻ ബുക്ക് വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഫോൺ അടിച്ചപ്പോൾ അവൻ ബുക്ക് വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നേരത്തെ പറഞ്ഞ സെന്റൻസിനെ അപേക്ഷിച്ച് ചെറിയൊരു വ്യത്യാസം ഇവിടെ ഉണ്ട്. ഇവിടെയും പാസ്റ്റിൽ നടന്ന രണ്ട് കാര്യങ്ങളെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. എങ്ങനെ എഴുതാം? ഹി വാസ് റീഡിങ് എ ബുക്ക്. He was reading a book when
the phone rang. When the phone rang. Simple past tense ലേക്ക് എഴുതി. He was reading a book when the phone rang. ഫോൺ അടിച്ചപ്പോൾ അവൻ ബുക്ക് വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. He was reading a book when the phone rang. ഈ സെന്റൻസും നേരത്തെ എഴുതിയതുപോലെ while എന്ന വേർഡ് വെച്ച് തന്നെ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസിന്റെ മുന്നിലാണ് while യൂസ് ചെയ്യാന്ന് മാത്രം. അടുത്ത സെന്റൻസ് നോക്കാം. ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ വന്നത്. ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ വന്നത്. എങ്ങനെ എഴുതാം? They came while we were eating food. While we were eating food. ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ വന്നത്. They came while we were eating food. Eating food എന്നതിന് പകരം having എന്നും ഉപയോഗിക്കാം. They came while we were having food. ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ വന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞതെല്ലാം പോസിറ്റീവ് സെന്റൻസസ് ആണ്. ഇതേ രീതിയിൽ നമുക്ക് നെഗറ്റീവ് സെന്റൻസുകളും പറയാം. അതുകൂടി ഒന്ന് നോക്കാം. ഞങ്ങൾ പുറത്തു പോകുമ്പോൾ മഴ പെയ്യുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ പുറത്തു പോകുമ്പോൾ മഴ പെയ്യുന്നുണ്ടായിരുന്നില്ല. ഇത്രയും നേരം നമ്മൾ പോസിറ്റീവ് സെന്റൻസ് ആണ് പറഞ്ഞത്. ഇത് നെഗറ്റീവ് സെന്റൻസ് ആണ്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല, നോ എന്ന അർത്ഥം കിട്ടുന്ന രീതിയിൽ. അപ്പൊ നമുക്ക് എഴുതാം, It wasn't raining. It wasn't raining. മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നതിന് നമ്മൾ ഇറ്റ് വാസ് റെയിനിങ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ പെയ്യുന്നുണ്ടായിരുന്നില്ല എന്നതിന് നമുക്ക് നോട്ട് ചേർത്താൽ മതി. ഇറ്റ് വാസന്റ് റെയിനിങ്. വാസന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ് നോട്ട്. ഇറ്റ് വാസന്റ് റെയിനിങ് വെൻ we went out. When we went out. It wasn't raining when we went out. ഞങ്ങൾ പുറത്തു പോകുമ്പോൾ മഴ പെയ്യുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് സെന്റൻസ് ആണ്. എഗെയിൻ നെഗറ്റീവ് ആണ്. എങ്ങനെയാണ്? അവൻ അവരെ കാണുമ്പോൾ അവർ ഫുട്ബോൾ കളിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ അവരെ കാണുമ്പോൾ അവർ ഫുട്ബോൾ കളിക്കുന്നുണ്ടായിരുന്നില്ല. എഴുതി നോക്കാം. They weren't playing football. They weren't playing football when he saw them. When he saw them. See എന്നതിന്റെ V2 ആണ് so. They weren't playing football when he saw them. അവൻ അവരെ കാണുമ്പോൾ അവർ ഫുട്ബോൾ കളിക്കുന്നുണ്ടായിരുന്നില്ല. They weren't playing football when he saw them. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് പാസ്റ്റിൽ നടന്ന രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിൽ തുടർച്ചയായി നടന്ന കാര്യം നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലുമാണ് പറയുന്നത്. പാസ്റ്റ് കണ്ടിന്യൂസിൽ സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് വെർബ് പ്ലസ് ing എന്നും സിമ്പിൾ പാസ്റ്റില് വെർബിന്റെ രണ്ടാമത്തെ ഫോമുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കുറച്ച് എക്സാമ്പിൾസ് കൂടി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു. പറഞ്ഞ കാര്യം ക്ലിയർ ആയെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.